ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം. ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു ശരാശരി മലയാളിക്ക് മനസ്സിൽ കൂടെ വരുന്നത് ഈ ഒരു വാഹനം മാത്രമാണ്. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. അറിയുകില്ല നീ ആരാരോ. 80കളുടെ തുടക്കത്തിൽ ഒരു ഇരുചക്ര വാഹന വിപ്ലവം തന്നെ ഇന്ത്യയിലുണ്ടായി. പല വിദേശ വാഹനങ്ങൾ നമ്മുടെ വിപണിയിലേക്ക് കടന്നു വരികയുണ്ടായി കൊളാബറേഷനോടുകൂടി. ഉദാഹരണം പറഞ്ഞാൽ എസ്കോട്ട്സ് യമഹ, കവാസാക്കി ബജാജ്, ഹീറോ ഹോണ്ട, ഇൻഡ് സുസുക്കി. ആ കാലത്ത് ബാക്കി എല്ലാ വാഹനങ്ങളും, ആ 100cc കാറ്റഗറിയിൽ വരുന്ന എല്ലാ വാഹനങ്ങളും 2 സ്ട്രോക്ക് ആയിരുന്നെങ്കിൽ ഹീറോ ഹോണ്ട മാത്രം അന്ന് മാറ്റി ചിന്തിച്ചു. 4 സ്ട്രോക്ക് വാഹനമായി വന്നു CD100 എന്ന വാഹനം. അതിൻ്റെ പ്രയാണം 84 തൊട്ട് 94 വരെ ഉണ്ടായിരുന്നു. 1994 സ്പ്ലെൻഡർ എന്ന വാഹനം ഹീറോ ഹോണ്ട ലോഞ്ച് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പുണ്ടായിരുന്ന CD100 ഒരു സക്സസർ എന്ന് പറയാം. ആ കാലത്ത് തന്നെ CD100 കൂടാണ്ട് ഹീറോ ഹോണ്ടയുടെ മറ്റൊരു വാഹനമായിരുന്നു ഹീറോ ഹോണ്ട സ്ലീക്ക്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നിഷ് മാർക്കറ്റായിരുന്നു, ഒരു മാസ് മാർക്കറ്റല്ല. അത് കുറച്ചുകൂടെ ഒരു റേസിംഗ് അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹൈ സീറ്റ് പൊസിഷനുള്ള വാഹനമായിരുന്നു. ഈ 2 വാഹനങ്ങളും നിർത്തിയിട്ട് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ബൈക്കാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. ശരിക്കും 94 സ്പ്ലെൻഡർ ലോഞ്ച് ചെയ്തെങ്കിലും 97 അനിയത്തിപ്രാവ് എന്ന് പറയുന്ന സിനിമ ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് മലയാളികൾക്കിടയിൽ സ്പ്ലെൻഡർ വളരെയധികം പോപ്പുലറായത്, അല്ലേ? അതിനകത്ത് ശരിക്കും ഒരുപാട് ഷോട്ടുകളുണ്ട്. സ്പ്ലെൻഡറിൽ കുഞ്ചാക്കോ ബോബൻ പോകുന്നതും ശാലിനിയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ. അന്നത്തെ കാലത്തെ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു യുവതലമുറയ്ക്ക് ഒരു ഹരവായിരുന്നു സ്പ്ലെൻഡർ. ഒരു പവർ ബൈക്ക് എന്നുള്ളതല്ല, ഒരു പ്രണയ ജോഡികളെ കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിലായിരുന്നു, അല്ലേ? അപ്പം ഈ പരിചയപ്പെടുത്താൻ ഇത് ഉണ്ണി, ഈ മനോഹരമായ സ്പ്ലെൻഡറിൻ്റെ ഓണറാണ്. അപ്പം എന്താണ് ഈ വാഹനം എടുക്കാനുള്ള കാര്യവും അങ്ങനത്തെ ഇതൊക്കെ ഒന്ന് പറയാമോ? ഈ പറഞ്ഞ പോലെ അനിയത്തിപ്രാവ് സിനിമ തന്നെയാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം കൊണ്ടെത്തിച്ചത് ആ ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ കണ്ടപ്പോൾ ഈ പറഞ്ഞ ഒരു പഴമ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പഴയ കാലത്തെ പാട്ടുകൾ, പഴയകാല സിനിമകൾ അതൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരു സിംഗറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാലഘട്ടം ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഒരു തിളങ്ങി നിന്നിരുന്ന വണ്ടി അതായിരുന്നു സ്പ്ലെൻഡർ, അല്ലേ? ഓക്കെ, ഇത് എടുത്തിട്ട് എന്തൊക്കെയാണ് ഇതിൽ ചെയ്തത്? ആക്ച്വലി ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മൊത്തം പീസാക്കിയിട്ട് ശേഷം റീസ്റ്റോർ ചെയ്തതാണ്. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഫുള്ള് പെയിന്റ് ചെയ്യിപ്പിച്ചു. പാർട്സുകളൊക്കെ കംപ്ലീറ്റ് കേടുവന്ന ഭാഗങ്ങളെല്ലാം മാറി. അതുപോലെ പ്ലേറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്താണ്. ഇപ്പോൾ 1.5 വർഷമായി ചെയ്തതിന് ശേഷം. അത് ശരി, ഓക്കെ. അപ്പോൾ ഈ മൊത്തം ഇതിൽ എത്ര കോസ്റ്റ് ആയിരുന്നു? എനിക്ക് അന്ന് ഈ വണ്ടി എടുക്കുമ്പോൾ ഇതിന് 22 രൂപ കൊടുത്താണ് എടുത്തത്. പിന്നീട് ഏകദേശം 20,000 രൂപയോളം. 20,000 രൂപയ്ക്ക് ഈ കാണുന്ന കണ്ടീഷനിൽ ആയി. അപ്പം മുഴുവനും ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 42,000 രൂപ ചിലവാക്കി, അത്രേ ആയിട്ടുള്ളൂ, അല്ലേ? ഓക്കെ. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ഷോറൂം മിൻ കണ്ടീഷൻ എന്നൊക്കെ പറയുന്ന പോലെ ആണ്. ഇതിൻ്റെ പാർട്സ് ഒക്കെ കിട്ടുന്നുണ്ടോ? സുലഭമാണ് ആണല്ലേ? ഇതിന്റെ തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ഓൾട്ടർ ചെയ്താണോ ഇടുന്നത്? ഓൾട്ടർ ചെയ്തതാ, ഇതിന്റെ തന്നെ വേറെ വണ്ടികളുടെ ഒക്കെ ഇതിന്റെ തന്നെ, അതായത് ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിന്റെ തന്നെ ഓരോ പാർട്സ് നമ്മൾ വെച്ചതാണല്ലേ? ഓക്കെ. ആ കാലത്തൊക്കെ ഈ 2 സ്ട്രോക്ക് വണ്ടികൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ ഇത്തിരി കുറവാണ്, പക്ഷേ മെയിൻ്റനൻസ് ഫ്രീ ആയിരുന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ RX100 ആയാലും മറ്റേ കവാസാക്കിയുടെ KB100,
പിന്നെ ഏതാണ് സുസുക്കിയുടെ സുസുക്കി എന്നായിരുന്നു ആദ്യകാലത്ത്. അതിൻ്റെ AX100 ആണ് പിന്നെ മാക്സ് 100 ആയത്. ഇതിനൊന്നും ഒരു മെയിൻ്റനൻസ് ഇല്ലായിരുന്നു. പക്ഷേ CD100 ഹീറോ ഹോണ്ട CD100 ഏറ്റവും ഭയങ്കര മൈലേജ് ആയിരുന്നു. ആ കാലത്തൊക്കെ 70 കിലോമീറ്റർ മൈലേജ് ആയിരുന്നു. പക്ഷേ മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്പ്ലെൻഡർ ഇറക്കിയപ്പം അതിനൊരു വിപരീതമായിട്ടാണ് അവർ വണ്ടി ഇറക്കിയത് അല്ലേ? ശരിക്കും ഇത് കുറച്ചുകൂടെ ഒരു റിഫൈൻഡ് എഞ്ചിനാണെന്ന് തോന്നുന്നു. സെയിം എഞ്ചിനാണെങ്കിലും കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് വന്നിട്ടുണ്ട്, സ്മൂത്ത് ആണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചും കൂടെ യൂറോ 2-ലാണ് കുറച്ചും കൂടെ ആ ഒരു സ്മൂത്ത്നെസ് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് പവർ കമ്പാരിറ്റീവ്ലി കുറച്ച് പവർ കൂടുതലാണ്. അത് തന്നെയല്ല, ഞാൻ ഈ 2 വണ്ടി ഓടിച്ചിട്ടുണ്ട്. CD100 ഓടിച്ചിട്ടുണ്ട്, സ്പ്ലെൻഡർ ഓടിച്ചിട്ടുണ്ട്. വണ്ടി ഓടിക്കുമ്പം നമുക്കൊരു സ്മൂത്ത് ഒരു ഫീലിംഗ് ഇല്ലേ? കുറച്ച് ഹൈ സ്പീഡ് CD100 അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു 60ക്ക് മുകളിലൊക്കെ പോകുമ്പോൾ തന്നെ ഭയങ്കര വൈബ്രേഷനാണ്, നമ്മുടെ കൈക്കൊക്കെ ഭയങ്കര നമുക്ക് അല്ലേ? പക്ഷേ എന്നാൽ സ്പ്ലെൻഡറിന് അങ്ങനെ തോന്നില്ല, കുറച്ചുകൂടെ വളരെ സ്മൂത്തായിട്ട് അങ്ങ് പോകുന്നത്, കട്ട് ചെയ്ത് അങ്ങ് പോകുന്ന പോലെ ഒരു സ്മൂത്ത്നെസ് ഉണ്ട് അല്ലേ? സ്പീഡ് കൂടിയാലും ഈ പറഞ്ഞ മാതിരി അത്ര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല, കംഫർട്ടായിരിക്കും. പിന്നെ പ്ലസ് ഇതിന് പൊതുവെ മെയിൻ്റനൻസും കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായി. കമ്പോണൻസ് ഒക്കെ സെയിം ആണെങ്കിലും അവർ എന്തൊക്കെയോ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. യൂറോ 2-ലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ പൊല്യൂഷൻ കുറച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് ആ പവറും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. യൂറോ 1-ന് വേറൊരു പ്രത്യേകതയുള്ളതിൻ്റെ ആ ഒരു സൗണ്ട് തന്നെ അല്ലേ? ആ ഒരു സൈലൻസർ എക്സോസ്റ്റ് പൈപ്പിൽ കൂടെ വരുന്ന ആ സൗണ്ട് ശരിക്കും ഇപ്പം RTO ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നമ്മളെന്തോ മോഡിഫൈ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഒരു നാച്ചുറൽ സൗണ്ട്, എസ്പെഷ്യലി നമ്മൾ പിന്നെ കിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ഫയർ ചെയ്യുമ്പം ഭയങ്കര ഒരു എക്കോയിങ് ഒരു സൗണ്ട് അല്ലേ? ബാസ് ഉള്ളൊരു സൗണ്ടാണ് യൂറോ 1-ന്റെ സൗണ്ട്. അതെ. 2-ലേക്ക് വരുമ്പോൾ അത്ര സൗണ്ട് ഉണ്ടാവില്ല. അത് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എയർ പൊല്യൂഷൻ മാത്രമല്ല, സൗണ്ട് പൊല്യൂഷനും അതിലൊരു ഫാക്ടർ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ആ ഒരു ഇത് മാറിയത്. ഓക്കെ. ഇത് കുട്ടികളൊക്കെ പറയുന്ന വെച്ചാൽ ഇത് പൊട്ട് സൗണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പൊട്ട് സൗണ്ട് എന്തോ പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. ഓക്കെ. അങ്ങനെയാണ് വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊട്ട് സൗണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഓക്കെ. ആയിരത്തി 1997 മാർച്ച് 26 ആ ദിവസമായിരുന്നു അനിയത്തിപ്രാവ് എന്ന ചിത്രം റിലീസ് ചെയ്തത്. മലയാളം സിനിമയിലെ എക്കാലത്തെയും ഒരു സൂപ്പർ ഹിറ്റാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് 2022 മാർച്ച് 26. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ 25 വർഷം ആയ സിനിമയും 25 വർഷമായ വാഹനവുമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി മെൻഷൻ ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി മോട്ടറിങ്.